എറണാകുളം ആലുവയിൽ ഒരു വാഹനാപകടത്തിൽ 2 മരണം എന്നൊരു വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ആന്ധ്ര സ്വദേശികളാണ് മരിച്ചത്. ലോറി മെട്രോ തൂണിലിടിച്ചാണ് അപകടമുണ്ടായത്. അർജുൻ ഇപ്പോൾ ഈ മെട്രോ പില്ലറിന്റെ അടുത്ത് തന്നെയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. എപ്പോഴാണ് അപകടം നടന്നത്? അപകടത്തിന്റെ കാരണം എന്താണ്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ? മരിച്ചവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയൂ. ഡോക്ടർ അരുൺകുമാർ, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ഈ കാണുന്ന മെട്രോ പില്ലറിലാണ് ഈ ലോറി ഇടിച്ചത്. ആന്ധ്രയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മീനുമായി പോവുകയായിരുന്നു ഈ ലോറി. ആന്ധ്ര സ്വദേശികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആന്ധ്ര സ്വദേശികളായ മല്ലികാർജുൻ, ഹബീബ് ഭാഷ എന്നിവരാണ് ഉണ്ടായത്. രണ്ടുപേരും ഈ അപകടത്തിന് പിന്നാലെ മരിക്കുകയും ചെയ്തു. ആന്ധ്രയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്നു. മെട്രോ പില്ലർ, അതായത് ആലുവ മുട്ടത്ത് തൈക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള പില്ലർ നമ്പർ 187ലാണ് ഈ ലോറി ഇടിച്ചത്. അതിവേഗത്തിലാണ് ഈ ലോറി വന്നത് എന്ന് ഇടിയുടെ ആഘാതം കണ്ടാൽ മനസ്സിലാകും. എന്തായാലും ഈ ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഈ സാധാരണ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് ഇത്. ഈ മെട്രോ പില്ലർ, അതായത് ഈ മുട്ടം യാർഡിലേക്കുള്ള പ്രത്യേകമായിട്ടുള്ള പില്ലറാണ് ഇത്. ഈ ഭാഗത്താണ്, അതായത് റോഡിന്റെ ഇടതുഭാഗത്തുള്ള പില്ലറിലാണ് ഇടിച്ചത്. സാധാരണ മധ്യഭാഗത്തുള്ള പില്ലറിൽ ഈ അപകടങ്ങൾ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഇടതുഭാഗത്തുള്ള ഈ പില്ലറിൽ ഇടിക്കണമെങ്കിൽ സ്വാഭാവികമായും ഡ്രൈവർ ഉറങ്ങിപ്പോയതാകണം, അല്ലാതെ മറ്റ് സാധ്യതകളില്ല എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളൊക്കെ തന്നെ ഓടിയെത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ മീനുമായി രാവിലെ ആലപ്പുഴ അരൂർ ഭാഗത്തേക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടി മീനുമായി പോവുകയായിരുന്നു ഈ ലോറി. എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ നിരവധി വാഹനങ്ങൾ ഇവിടേക്ക് നിർത്തുകയും ചെയ്തിരുന്നു. അതിൽ മറ്റൊരു കാറ് ഈ ഭാഗത്തേക്ക് എത്തുകയും ഈ അപകടം അറിഞ്ഞ് ഈ ഭാഗത്ത് നിർത്തുകയും ഉണ്ടായിരുന്നു. അതിന് തൊട്ടുപിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ച് അത്തരത്തിൽ മറ്റൊരു അപകടം കൂടി ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇടിയുടെ ആഘാതം കണ്ടാൽ തന്നെ അറിയാം അർജുൻ, വലിയ വേഗതയിലാണ് വണ്ടി വന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അല്ലേ, രാവിലെ 2 മണിയോടുകൂടി, പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായും ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എനിക്കൊന്ന് അർജുൻ, മറ്റ് ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. എനിക്കൊന്ന് ആ വാഹനത്തിലുണ്ടായിരുന്ന മീനൊക്കെ മാറ്റുകയാണ് അല്ലേ? അതെ അരുൺകുമാർ, അതായത് മറ്റ് തൊഴിലാളികൾ എത്തി ഈ വാഹനത്തിൽ നിന്ന് മീന് മാറ്റുകയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ ഇടിയുടെ ആഘാതം വളരെ വലുതാണ്. കാരണം ഇതിന്റെ ചേസിൽ നിന്ന് ഈ ക്യാബിൻ പൂർണ്ണമായും വിട്ടുമാറിയ അവസ്ഥയിലാണ്. അത്രമേൽ വലിയ ആഘാതമാണ് ഈ ഇടിയിൽ ഉണ്ടായത് എന്ന് വ്യക്തമാണ്. 2 പേർ മാത്രമാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത്. വളരെ വേഗത്തിലാണ്. രാവിലെ 2 മണി, ഏതാണ്ട് 1:55 അപകടം ഉണ്ടാകുന്നത്. ഈ സമയത്ത് ഈ റൂട്ടിലൂടെ വളരെ വേഗത്തിലാണ് ഈ വാഹനം വന്നത് എന്നത് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല, സാധാരണഗതിയിൽ ഈ സമയങ്ങളിൽ മിക്ക വാഹനങ്ങളും വലിയ വേഗതയിൽ തന്നെയാണ് ഇതുവഴി പോകാറ്. പ്രത്യേകിച്ച് ഈ രാവിലെ മാർക്കറ്റ് തുറക്കുന്നതിന് മുൻപ് തന്നെ മീനൊക്കെ തന്നെ മാർക്കറ്റിൽ എത്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കണം ആന്ധ്രയിൽ നിന്നുള്ള ഈ 2 തൊഴിലാളികളും ഈ ലോറിയുമായി ആലപ്പുഴ ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവുക. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ആന്ധ്രയിൽ നിന്ന് തന്നെ വന്ന ലോറിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അതിന്റെ രജിസ്ട്രേഷൻ ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ മത്സ്യവുമായി ആന്ധ്രാപ്രദേശിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വന്ന വാഹനമാണ്. അരുൺകുമാർ, അതെ, ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ വാഹനമാണ്. നമ്മളെന്തായാലും ഇവിടെയുള്ള ആളുകളോടൊക്കെ തന്നെ ഈ അപകടത്തെക്കുറിച്ച് ചോദിച്ചെങ്കിൽ പോലും ഈ അപകടം നേരിട്ട് കണ്ടവരാരും തന്നെ ഇവിടെ ഇല്ല. ഇപ്പോൾ പകരം വന്ന ചില ജീവനക്കാരും മറ്റുമൊക്കെയാണ് ഈ മീൻ മാറ്റുകയും മറ്റും ചെയ്യുന്നത്. ഇവിടെ നേരിട്ട് കണ്ട അപകടത്തിന് ദൃക്സാക്ഷികളായ ആരെയും തന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. എന്തായാലും പക്ഷേ ഇവിടെ നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപകടം മാറ്റുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കുക. ഒരു കൊല്ലം മുമ്പ് 2 പേര് മരിച്ചാണ് ഇവിടെ. ഈ വണ്ടി ഉറക്കം തൂങ്ങിയൊന്നല്ല, അന്ന് ഒരു കാറ് ഒന്നാണ് 2 പേര് ഈ ഭിത്തി വെച്ച്, ഒരു കൊച്ചും വേറെ ഇവിടെ ഉള്ള കേക്കനും കൂടി മരിച്ചപ്പോൾ അത് 1 കൊല്ലം കഴിഞ്ഞു. തൈക്കാവ് ഭാഗത്ത് ഇങ്ങനെ നിരവധി അപകടം ഈ മെട്രോ പില്ലറിൽ ഇടിക്കാറുണ്ട് തോന്നുന്നല്ലേ വാഹനങ്ങൾ? ചില ടൈമിലൊക്കെ ഇടിക്കാറുണ്ട്, എല്ലാപ്പോഴും ഇല്ല, എന്നാലും ചില ടൈമിൽ ഇടിക്കാറുണ്ട്. ഈ ഇത് 1 കൊല്ലം മുമ്പാണ് 2 പേര് മരിച്ചത്. അതൊരു കാറ് പൊടിയൊന്ന് കയറിയതായി അന്ന്, ഈ ഒരു റമദാൻ നോമ്പിന്റെ അന്ന് മരിച്ചത്. പറ്റുമെങ്കിൽ നമുക്ക് ഈ തൊഴിലാളികളോട് കൂടി സംസാരിച്ച് നോക്കാം. നേരത്തെ സംസാരിച്ചിരുന്നു.
ചേട്ടാ, ഇത് എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു? ആലപ്പുഴ. എവിടുന്ന് വരുന്ന തൊഴിലാളികളൊക്കെ ആന്ധ്ര സ്വദേശികളാണല്ലേ? എന്തായാലും ആന്ധ്രയിൽ നിന്നാണ് ഈ ലോറി വന്നത് എന്നാണ് ജീവനക്കാർ പറയുന്നത്. അവർക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ആലപ്പുഴയിലേക്കാണ് ഈ മീൻ കൊണ്ടുപോകാനിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അപകടം അറിഞ്ഞ് അവർ ഏർപ്പാടാക്കിയ മറ്റ് ചില ആളുകളാണ് ഇവിടെ എത്തി ഈ മീൻ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത്. എന്തായാലും 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഓക്കെ, വളരെ നിർഭാഗ്യകരമായ കാര്യമാണ് ഇപ്പോൾ അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ആന്ധ്ര സ്വദേശികളാണ് മരിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മത്സ്യവുമായിട്ട് വന്ന ലോറിയാണ് രാവിലെ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി മുട്ടത്തിനടുത്തുള്ള മെട്രോ പില്ലർ ഇടിച്ചു കയറി അപകടമുണ്ടായത്. അവിടെ ഒരു നാട്ടുകാരൻ പറയുന്നത് 1 വർഷത്തിന് മുമ്പ് ഇതേ മെട്രോ പില്ലറിൽ ഒരു കാറിടിച്ച് 2 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. 1 വർഷം മുമ്പ് ഇടയ്ക്കിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. സാധാരണ രീതിയിൽ രാത്രിയിൽ അമിതവേഗതയിൽ വരുന്ന വാഹനങ്ങളിൽ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുമ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ലോങ് ഡ്രൈവൊക്കെ പോകുന്ന ഈ ഉത്സവകാലത്ത്, പ്രത്യേകിച്ച് അവധിക്കാലത്ത്, വെക്കേഷൻ കാലത്ത് യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങൾ രാത്രിയിൽ പ്രത്യേകിച്ച് 2 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള സമയം വളരെ സൂക്ഷിച്ച് തന്നെ യാത്ര ചെയ്യുക. നിങ്ങൾ ഓടിക്കുന്ന വാഹനം മാത്രമല്ല, എതിരെ വരുന്ന വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിയാൽ പോലും അപകടമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഈ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധയെടുക്കുക. പരമാവധി ഈ സമയത്ത് നിങ്ങൾ യാത്ര പുറപ്പെടാതിരിക്കുക. കഴിയുമെങ്കിൽ രാവിലെ 4 മണിക്ക് യാത്ര പുറപ്പെട്ട് ഒരു 8-9 മണിക്ക് നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി പിന്നെ അല്പം വിശ്രമിച്ച് യാത്ര നിങ്ങൾ തുടരുക. ഈ ലോങ് യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറക്കം വരാൻ സാധ്യതയുള്ള സമയങ്ങളുണ്ട്. അതേപോലെ ഒരുപാട് ഭക്ഷണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാതിരിക്കുക. രാത്രിയിൽ പ്രത്യേകിച്ച് 8 മണി മുതലൊക്കെ നിങ്ങൾ 7-8 മണിക്കൊക്കെയാണ് യാത്ര തുടങ്ങുന്നതെങ്കിൽ ആ സമയത്തൊക്കെ 12 മണി വരെ തുടർച്ചയായിട്ട് കണ്ണുകളിൽ വെട്ടമടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു ക്ഷീണം സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ ഇടയ്ക്ക് ക്ഷീണം വന്നാൽ വണ്ടി നിർത്തി സൈഡിൽ നിർത്തി ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഇടയ്ക്കില്ലെങ്കിൽ എന്തെങ്കിലും ചൂടുവെള്ളം മറ്റും കഴിക്കുക. ചെറിയ സാൾട്ടി ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഉറക്കത്തെ പ്രതിരോധിക്കുക. എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ സമയത്ത് ഇറങ്ങുക. അതല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് പുറപ്പെടുന്നതായിരിക്കും നല്ലത്. അർജുൻ, നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. ആലുവ ചൊവ്വരയിലെ ഒരു ഗുണ്ടാക്രമണം ഉണ്ടായിരിക്കുന്നു. അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. 3 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അർജുൻ, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അനുകുമാർ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആലുവ ചൊവ്വരയിൽ ഗുണ്ടാക്രമണം ഉണ്ടായത്. ഒരു നേരത്തെ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട മുൻവൈരാഗ്യത്തെ തുടർന്ന് ഒരു സംഘം ആളുകൾ എത്തി മറ്റൊരു സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. എന്തായാലും ഗുരുതരമായി തന്നെ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിലൊരു മുൻ പഞ്ചായത്ത് അംഗമടക്കം ഉൾപ്പെടുന്നുണ്ട്. അയാൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. 3 പേരുടെ അറസ്റ്റ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഫൈസൽ ബാബു, സനീർ സിറാജ് എന്നിവരുടെ അറസ്റ്റാണ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയത്. എന്നാൽ 2 പേരെ കൂടി ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഒരുപക്ഷെ ഇന്നുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. ഇവർ തൃശൂർ, മലപ്പുറം സ്വദേശികളാണ്. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഒക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാറിലും ബൈക്കുകളിലുമായാണ് അക്രമി സംഘം എത്തിയത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. വളരെ ദാരുണമായാണ്, വളരെ ഭീകരമായാണ് ഈ ആളുകളെ മർദ്ദിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ കഴുത്തിനാണ് ആക്രമിക്കുന്നത്. 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ 2 പേരും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഓക്കെ, അർജുൻ മട്ടന്നൂർ, അപ്പോൾ തണുത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഈ തണലുള്ള സ്ഥലത്ത് നിന്ന് റിപ്പോർട്ടിംഗ് ഒക്കെ തുടരുക. ഇടയ്ക്ക് വെള്ളം കുടിക്കുക. നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത് പോലെ അർജുൻ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാം. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, അർജുൻ, ഈ ആന്ധ്രയിൽ ഇതിന് മാത്രം മീനുകളുണ്ടോ? ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന മീനിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനങ്ങളൊക്കെ മാറ്റുന്നത് ഡയറക്റ്റ് ആയിട്ട് വന്ന് ലോഡ് ഇറക്കുകയാണ്. ഒരു ചെക്കിങ്ങും ഇല്ലാതെ. ഇത് മീൻ ഒരുപക്ഷെ പഴകിയതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മീൻ മോശമാണെങ്കിൽ അതിനോട് പരിശോധിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുകയല്ലേ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പക്ഷേ ഇവരുടെ അനുമതിയോടുകൂടി ആയിരിക്കുമല്ലേ മീൻ മാറ്റുന്നത്? അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ഈ അപകടം ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ സ്വാഭാവികമായും ഇത് കരാർ ഏറ്റെടുത്ത ആൾ മറ്റൊരു ലോറിക്കാരനെ, മറ്റൊരു സംഘത്തെ ഏൽപ്പിക്കുകയും അവരാണ് ഈ മീൻ മാറ്റുകയും ചെയ്യുന്നത്. എന്തായാലും ഇവർ അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് ഈ മീനുമായി ആലപ്പുഴയിലേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു അർജുൻ. അപ്പോൾ